കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായി നല്ല പ്രഭാതത്തിനാണ് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ നിമിഷം അർപ്പിക്കുകയാണ്. പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടുകൂടി ഈ പ്രഭാത സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായം അതിൻ്റെ 8ഉം 9ഉം വാക്യങ്ങൾ. ഫെലിസ്ത്യ പ്രഭുക്കന്മാർ ഉണങ്ങാത്ത 7 പച്ചഞ്ഞാൺ അവളുടെ അടുക്കൽ കൊണ്ടുവന്നു. അവ കൊണ്ട് അവൾ അവനെ ബന്ധിച്ചു. അവളുടെ ഉൾമുറിയിൽ പതിയിരിപ്പുകാർ പാർത്തിരുന്നു. അവൾ അവനോട്, ഷിംഷോനെ, ഫെലിസ്ത്യർ ഇതാ വരുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവൻ തീ തൊട്ട ചണനൂൽ പോലെ ഞാണുകളെ പൊട്ടിച്ചു കളഞ്ഞു. അവൻ്റെ ശക്തിയുടെ രഹസ്യം വെളിപ്പെട്ടതുമില്ല. ഒരു അഭിഷിക്തനായ ഷിംഷോനെ ബന്ധിക്കുവാൻ തക്കവണ്ണം പുറപ്പെട്ട ഫെലിസ്ത്യ പ്രഭുക്കന്മാരുടെ ഒരു പ്രവൃത്തിയാണ് നമ്മൾ ഇന്ന് പ്രഭാതത്തിൽ വായിക്കാൻ തക്കവണ്ണം ഇടവന്നത്. അവിടെ നമ്മൾ വായിക്കുന്നത് തന്നെയാണ് 7 പച്ചഞ്ഞാൺ, ഉണങ്ങാത്ത പച്ചഞ്ഞാൺ. അതിന് ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഫ്രഷ് ആയിട്ടുള്ള, അതായത് പുതിയത്, ഏറ്റവും പുതിയതായിട്ട് എന്ന് പറഞ്ഞാൽ ഒരിക്കലും കേടുവരാത്ത, സ്തോത്രം, പെട്ടെന്ന് ആർക്കും പൊട്ടിക്കാൻ കഴിയാത്ത തരത്തിലുള്ള 7 പച്ചഞ്ഞാൺ കൊണ്ട് ഫെലിസ്ത്യ പ്രഭുക്കന്മാർ ദലീലയുടെ കൈ കൊടുത്തിട്ട് പറയുകയാണ് ഷിംഷോനെ ബന്ധിക്കുക എന്ന്. സ്തോത്രം. എന്താണ് ഞാൻ ഈ വാക്യം വായിച്ചതിൻ്റെ പുറകിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ദൈവമക്കളെ, പലപ്പോഴും നമ്മുടെ ആത്മീക ഭൗതിക മേഖലകളെ ബന്ധിക്കുവാൻ വേണ്ടി പിശാച് സ്തോത്രം ഫ്രഷ് ആയിട്ടുള്ള ആയുധങ്ങൾ നമുക്കെതിരെ ഉപയോഗിക്കാറുണ്ട്, അല്ലേ? അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: അവൻ നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കയില്ല എന്ന് പറഞ്ഞാൽ അർത്ഥം ഉണ്ടാക്കുന്ന യാതൊരു ആയുധം. അപ്പോൾ നമുക്കെതിരെ പിശാച് ആയുധങ്ങൾ ഉണ്ടാക്കും. നമ്മുടെ ആത്മിക നിലവാരം, നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ വിശുദ്ധ ജീവിതം, ഇതൊക്കെ അറിയാവുന്ന സാധാന്യ മണ്ഡലങ്ങൾ, പലപ്പോഴും പുതുമയുള്ള ആയുധങ്ങൾ നമുക്കെതിരെ എവിടെയാണ് ഇവനെ, ഈ അഭിഷക്തനെ അല്ലെങ്കിൽ ദൈവമക്കളെ അല്ലെങ്കിൽ ദൈവദാസനെ എവിടെ കൊടുക്കാം, എവിടെ തകർക്കാം എന്ന് ചിന്തിച്ച് തന്ത്രങ്ങൾ മെനയുന്നൊരു മേഖല പൈശാചികമാണ്, അല്ലേ? എന്നാൽ ഇവിടെ എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ ആത്മാവിൽ കൈമാറുകയാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ ശക്തമായിട്ട് ദൈവസന്നിധിയിൽ ഇരിപ്പാൻ നിങ്ങൾ ഒരുക്കപ്പെട്ടാൽ പിശാച് ഏത് പുതിയ ആയുധം നിനക്കെതിരെ കൊണ്ടുവന്നാലും അത് ഫലവത്താകയില്ല. ഇവിടെ 7 പുതിയ പച്ച ഞാൺ കൊണ്ടുവന്ന് ശിംശോനെ ബന്ധിക്കാൻ വേണ്ടി ദലീലയുടെ കയ്യിൽ കൊടുക്കുകയാണ്. ദലീല അവനെ ബന്ധിച്ചിട്ട് പതിയിരിപ്പുകാർ അവരുടെ ഉള്ളറയിൽ കാത്തിരിക്കുകയാണ്. എന്തിനു വേണ്ടി? ശിംശോൻ ബന്ധിക്കപ്പെടുന്നത് കാണാൻ. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, നമ്മൾ തകരുന്നത് കാണാൻ, നമ്മൾ ഉടയുന്നത് കാണാൻ, നമ്മൾ നശിക്കുന്നത് കാണാൻ സ്തോത്രമല്ലേറിയ പാത്തിരിക്കുന്ന ചില പതിയിരിപ്പുകാരുണ്ട് നമ്മളറിയാതെ. എന്നാൽ അവരുടെ മുമ്പിൽ പരാജയപ്പെടാൻ വേണ്ടിയല്ല സ്വർഗം നിന്നെ വിളിച്ചത്. പകരം നിന്നെ ജയത്തോടെ നടത്താൻ കഴിയുന്ന ഒരു ദൈവം ഇന്ന് പ്രഭാതത്തിൽ നിനക്ക് വേണ്ടി വെളിപ്പെടുകയാണ്. 7 പുതിയ പച്ച ഞാൺ കൊണ്ട് ശിംശോനെ ബന്ധിച്ചിട്ട് സ്തോത്രം ഫെലിസ്ത്യർ വരുന്നു എന്ന് വിളിച്ചു പറഞ്ഞ ഉടനെ തീ തൊട്ട ചണനൂൽ പോലെ ശിംശോൻ അതിനെ പൊട്ടിച്ചു കളയുവാൻ തക്കവണ്ണം ഇടയാ. എന്താ അതിൻ്റെ കാര്യം? അവൻ്റെ മേൽ വെളിപ്പെട്ടു വന്ന ദൈവത്തിൻ്റെ ശക്തി ആഴമുള്ളതായിരുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ ആത്മാവിൽ കൈമാറുകയാണ്. പുതിയതോ പഴയതോ പുതുമയുള്ളതോ ഇല്ലെങ്കിൽ നിനക്ക് വേണ്ടി സെപ്പറേറ്റ് ഉണ്ടാക്കി വയ്ക്കുന്നതോ ആയ ആയുധങ്ങൾ നമുക്കെതിരെ പിശാച് മെനഞ്ഞു കൊണ്ടുവന്നാലും നീ പരാജയപ്പെട്ടു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. കാര്യം നിൻ്റെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തി അതിനെയൊക്കെ പൊട്ടിച്ചു കളയുവാൻ തക്കവണ്ണം ഇടവരും. അതുകൊണ്ട് ദൈവപ്രവർത്തിക്കായും ദൈവശക്തിക്കായിട്ട് നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, സന്ദേശത്തിനാണ് സ്തോത്രം ചെയ്യുന്നത്. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങളിൽ തരികയാണ്. അവിടെ നിന്ന് ചെറുകടി മറയ്ക്കുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. സന്ദേശം അനേകർക്ക് അനുഗ്രഹവും ആശ്വാസവുമായി മാറുവാൻ സ്വർഗമിടവരുത്തും. എല്ലാ മഹത്വവും കർത്താവിന് യേശുക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.